ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു. സെബാസ്റ്റ്യൻ പോൾ, തൃശ്ശൂരിലെ ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ യോഹനോൻ മാർ മിലിത്തിയോസ് ഇന്ന് വളരെ വൈകാരികമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി ബിഷപ്പുമാരുടെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ഏറെ സമയം ചെലവഴിക്കുകയും വളരെ സന്തോഷവാനായി കാണപ്പെടുകയൊക്കെ ചെയ്തു. തൃശ്ശൂരിൽ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി പള്ളികളിൽ സ്ഥിരമായി പോകുന്നതും സ്വർണ്ണക്കൂട് നൽകുന്നതുമെല്ലാം നാം കണ്ടു. ഇപ്പോൾ തൃശ്ശൂരിലെ തന്നെ ഓർത്തഡോക്സ് സഭയുടെ അധിപനാണ് വളരെ വൈകാരികമായി BJPക്കും RSSനുമെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് ആ രീതിയിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതിൽ നിരവധിയായ അർത്ഥങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ദിവസമാണ്. തിരുപ്പിറവിയുടെ ദിവസമാണ്. അന്ന് ക്രിസ്ത്യാനികൾ പൊതുവെ സന്തോഷിക്കുന്നവരാണ്. പക്ഷെ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. മാർപ്പാപ്പ തന്നെ ആ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാസയുണ്ട്, ഇന്ത്യയിലേക്ക് വരുമ്പോൾ മണിപ്പൂരുണ്ട്. അവിടെ ഇന്നുവരെ എത്രയോ മാസങ്ങളായി അവിടെ പ്രശ്നം നടക്കുന്നു. ഇന്നുവരെ അവിടെ പോകുകയോ അതിൽ വ്യക്തമായ അഭിപ്രായം നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഇപ്പോൾ കത്തോലിക്ക മെത്രാന്മാരുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് ചെന്നിരിക്കുന്നു. ദീർഘനേരം അവിടെ ചെലവഴിക്കുന്നു. ആ മെത്രാന്മാരുടെ ഈ മുഖം കണ്ടാൽ അവരും വളരെ സന്തോഷഭരിതരാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞാൻ അതിലൊന്നും എതിര് പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്ത് ആ സന്തോഷം യാഥാർത്ഥ്യമാകണമെങ്കിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് പാടെ അവഗണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രകടനപരമായ കാര്യങ്ങളാണ്. അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വന്നപ്പോൾ ഭരണഘടനയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി തൊട്ട് വന്നിച്ച് ഒക്കെയാണ് അകത്തേക്ക് കയറിയത്. തുടർന്നുള്ള കാലത്ത് അദ്ദേഹം ആ ഭരണഘടനയോട് ചെയ്തത് എന്താണ് എന്ന് നമുക്കറിയാം. എന്നതുപോലെ ഇവിടെ ഇപ്പോൾ ഡൽഹിയിലെ ഈ മെത്രാന്മാരുടെ ആസ്ഥാന മന്ദിരത്തിലെത്തി അദ്ദേഹം ഉണ്ണിയേശുവിന്റെ രൂപത്തിൽ സ്പർശിക്കുന്നു, ആദരം കാണിക്കുന്നു, വന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ രാജ്യത്തെ പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികൾക്ക് നീതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള വൈകാരികമായ ഉത്തരവും പ്രതികരണവുമാണ് ഭദ്രാസനാധിപൻ നൽകിയിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം യോഹനോൻ മാർ മിലിത്തിയോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ അത്യാവശ്യം ശക്തരാണ്, നല്ല ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് വേറൊരു തരത്തിൽ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം, പ്രീണിപ്പിച്ചും അതുപോലെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നക്കിക്കൊല്ലുക എന്നുള്ള ഒരു ശൈലിയാണ് ഇവിടെ BJP സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ ബിഷപ്പുമാരുടെ വിരുന്നിലെ സാന്നിധ്യം എന്നിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ക്രിസ്ത്യാനികൾ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ പ്രഖ്യാപിത ശത്രുവാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. അത് അവർ രേഖാമൂലം തന്നെ ആ രേഖയിലുള്ളതാണത്. അത് എനിമി 5 ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതായ 5 പൊതുശത്രുക്കളിൽ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അതാണ് അവരുടെ നയം. ആ നയത്തിന് അനുസൃതമായ പെരുമാറ്റമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളവും എന്ന് പറയണ്ടല്ലോ, ഇപ്പോൾ പുൽക്കൂട് നശിപ്പിക്കുന്നു, ക്രിസ്മസ് ആശംസ നൽകുന്ന ശുശ്രൂഷയ്ക്ക് പോകുന്ന പാസ്റ്റർമാരെ ആക്രമിക്കുന്നു. അതൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കഴിയുന്നതൊക്കെ അവർ ഇപ്പോൾ ഇവിടെയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ മാറി ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രയോറിറ്റി. ആരാണ് പൊതുശത്രു എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം എന്നാൽ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുന്നതിനുള്ള ശ്രമം അത് BJP നടത്തുന്നുണ്ട്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയൊക്കെ അതിനുവേണ്ടി അജണ്ട തന്നെ തയ്യാറാക്കി പ്രവർത്തിക്കുന്നവരാണ്. അതിന്റെ ഭാഗമായി മാത്രമേ ഇപ്പോഴുള്ള ഈ കപട സ്നേഹം, അതൊരു കാപട്യം മാത്രമാണ്, നാട്യം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഭദ്രാസനാധിപന്റെ ആ വികാരത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയും ചെയ്യുന്നു. നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്.